ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് വൈകിട്ട് മക്കളൊക്കെ വേഗം ഉറക്കി. ഇന്നൊന്ന് ടൗണ് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഉറക്കത്ത് വരെ ഓള് പാല് കുടിക്കുകയാണ്. മക്കളെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറുള്ള ഒരു 5 മണിക്കൂറെങ്കിലും നീളോ. അതുകൊണ്ട് മക്കളൊക്കെ വീട്ടിൽ ഉറക്കിയൊക്കെ എടുത്തിട്ട് ഞാനും നാത്തൂനും മാത്രം ഒന്ന് SM വരെ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ആദ്യം വിചാരിച്ച വണ്ടിമേൽ പോവാന്നാണ്. പിന്നെ അമ്മ പറഞ്ഞ് വണ്ടിമേൽ പോകണ്ട, ബസ്സിൽ പോയാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കി ക്രോസ് ചെയ്തപ്പം തന്നെ അത് ബസ് വരുന്നത്. അപ്പം തന്നെ ഞങ്ങൾ കയറിയപ്പം തന്നെ ഒറ്റൊരു സീറ്റ് ഉള്ളതിന് അതിൽ ഓടി കയറി ഓള് പോയിട്ടിരുന്ന്. പാവം ഞാൻ നിന്നും ചെയ്ത്. കണ്ണുചോര ഇല്ലാത്തുള്ള അതിൻ്റെ ഇടയ്ക്ക് പറയാണ്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും സീറ്റ് കിട്ടി. ഞാനും ഓടിപ്പോയിട്ട് അവിടെ പോയിട്ടിരുന്ന്. അപ്പോൾ ഭയങ്കര ഫോണിൽ കളിയാൻ പറ്റുള്ളൂ. പിന്നെ നോക്കുമ്പോൾ ഇപ്പുറത്തെ സീറ്റിൽ വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പാളയെത്തി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ നടന്ന് SM-ലെത്തി. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഞാൻ ശരിക്കും പേടിച്ചു പോയി, ക്യാമറ പിടിച്ച് നിന്നതിനെ കൊണ്ട്. അവർ ഓഫർ പറഞ്ഞതാ, പക്ഷെ എൻ്റെ കാറ്റ് പോയി ആ ടൈമിൽ. ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ കോയൻകോൻ്റെ അടുത്തെത്തി. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഇക്കാക്കൻ്റെ മോൾക്ക് ഒരു ഷൂ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് കൂടെ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് പറ്റിയതും ചെറിയ മക്കൾക്ക് പറ്റിയതും. പക്ഷെ നമ്മളെക്കാട്ടി കൂടുതൽ ചെറിയ മക്കളെ ഡ്രസ്സുകളിലേക്കാണ് നമ്മുടെ കണ്ണ് പോവുക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പോക്കറ്റ്സിലേക്കാണ് വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൻ്റെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച് വന്നത് വീട്ടിൽ നിന്നും. വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് എല്ലാ ഷൂകളാണെന്നുണ്ടെങ്കിലും കുഞ്ഞു ചെരുപ്പുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും. കാരണം പാർട്ടി വെയർ ആയിട്ടുള്ളതൊക്കെ ഭയങ്കര അടിപൊളി സാധനങ്ങളാണുള്ളത്. സംഭവം അതൊരു കുഞ്ഞു ഷോപ്പാണെന്നുണ്ടെങ്കിലും പക്ഷെ ഇതിലുള്ള ഓരോന്നും നല്ലൊരു അടിപൊളി ചെരുപ്പുകൾ. അതിനെക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഒരു പ്രത്യേകം ഇഷ്ടപ്പെടും. കാരണം ചെരുപ്പൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഷൂവിൻ്റെയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഷൂകളുണ്ട്. നോക്കി ആകപ്പാടെ കൺഫ്യൂഷനായി ഏതെടുക്കണം എന്ന്. നാത്തൂരിന് അത് ഇഷ്ടപ്പെടുമോ, എനിക്കിത് ഇഷ്ടപ്പെടുമോ, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. അതേപോലെ തന്നെ മറ്റുള്ള ഷോപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഷൂകൾക്കും ചെരുപ്പുകൾക്കൊക്കെ പാർട്ടി വെയറിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. കൂടുതലും ഞാൻ പെൺകുട്ടികളുടെ ചെരുപ്പാണ് ഇതിൽ കാണിച്ചത്. കാരണം എനിക്ക് പെൺകുട്ടികളുണ്ടെന്നെ കൊണ്ട് എനിക്ക് പെൺകുട്ടികളെ ഇതിലേക്കാണ് കൂടുതലും പോകുന്നത്. ഇപ്പോഴും അവൾ ഏതാണ് നിശ്ചയിച്ചിട്ടില്ല, അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളൊരു ഇതിൽ തന്നെ കുത്തിരിക്കുകയാണ്. അവസാനം ഉറപ്പിച്ച് ഇതെടുക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ഷൂ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യാന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ സ്വീറ്റ് കോൺ കണ്ടത്. ഇനിയിപ്പോൾ അതെന്തായാലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതും 2 എണ്ണം വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വീട്ടിലേക്കാണെന്ന്. വീട്ടിലേക്കേ അല്ല, ഈ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിന്നാതെ വീട്ടിൽ കയറാമെന്ന് ഞങ്ങളെ കൊണ്ട് 2 ആളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നേരെ ഞങ്ങളൊരു കഫേയിലേക്ക് കയറി. എന്താ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം തന്നെ ഒരു ഷവർമ പറഞ്ഞ്, പിന്നെ ഒരു മൊഹിറ്റോ പറഞ്ഞ്, പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്ത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ക്ഷീണമായിപ്പോയി. കാരണം അത്രത്തോളം തിന്നു കഴിഞ്ഞല്ലോ. പിന്നെ വീട്ടിലേക്ക് സാൻഡ്വിച്ചും പാർസൽ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ട്. ബസ് സ്റ്റാൻഡിലെത്തിയപ്പം തന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അങ്ങോട്ടുള്ള ബസ്സാണത്. പക്ഷെ അത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. കാരണം അവിടെ ഒന്നും നിർത്തൂല, ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ ഒന്നും നിർത്തൂല. അങ്ങനെ ഞങ്ങൾ സാധാ ബസ്സിൽ തന്നെ കയറി. അങ്ങനെ ആവശ്യത്തിന് ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ എത്തി. വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ട്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒച്ച കേട്ടിട്ട് സന്തോഷം കൊണ്ട് അവിടുന്ന് ഓടി വരുന്നുണ്ട് 2 ആൾക്കാർ. 3ാമത്തെ ആൾ അറിഞ്ഞിട്ട് പോലില്ല ഞങ്ങളെത്തിയത്. പിന്നെ വാങ്ങിച്ച മിഠായിയും സാൻഡ്വിച്ചൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ഹാപ്പിയായി. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്